ഇന്ന് രാവിലെ എണീറ്റപ്പോൾ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. നല്ല കാറ്റും നല്ല വെളിച്ചമൊക്കെ ഉള്ള ഒരു ക്ലൈമറ്റ്. എനിക്ക് പൊതുവേ നല്ല വെളിച്ചവും നല്ല കാറ്റും ഇങ്ങനെ അങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കുന്ന ക്ലൈമറ്റൊക്കെയാണ് കേട്ടോ ഇഷ്ടം. മഴയുള്ളതും അങ്ങനെ തണുത്ത് മഞ്ഞ് വീണ ക്ലൈമറ്റൊന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല. അപ്പോൾ കുറേ നേരം അതൊക്കെ നോക്കിയിരുന്നിട്ട് രാവിലെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കേട്ടോ കുറേ ഗസ്റ്റൊക്കെ വരുന്നത്. ഇന്ന് ആക്ച്വലി അമ്മയുടെ മാമൻ്റെ വീട് അവിടെ എന്തോ പരിപാടി ഉണ്ട് കേട്ടോ. അവർക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് പോകാൻ വേണ്ടിയിട്ട് വല്യമ്മമാരെല്ലാവരും വീട്ടിൽ വന്നായിരുന്നു. ഓരോരുത്തരായിട്ടാണ് കേട്ടോ രാവിലെ വരുന്നത്. അപ്പോൾ ഓരോരുത്തരും രാവിലെ വരുമ്പോൾ എന്തൊക്കെയാണ് പൊതിയിൽ കൊണ്ടുവരുന്നതെന്ന് നോക്കിയിരിക്കുകയാണ് കേട്ടോ, ചുണ്ടും പട്ടൊക്കെ. രാവിലെ ഫസ്റ്റ് ആ വല്യമ്മ വന്നപ്പോൾ മുതൽ തുടങ്ങിയതാണ്. കൊണ്ടുവരുന്ന ബാഗും സഞ്ചിയും എല്ലാം വലിച്ചിട്ട് ഇന്ന് എനിക്ക് എന്താ കൊണ്ടുവന്നിട്ടുള്ളതെന്ന് ചോദിക്കൽ. അവൾ പറഞ്ഞ സാധനം വാങ്ങിയിട്ട് കടയിൽ മറന്നു വെച്ച് പോകുന്നു കേട്ടോ വല്യമ്മ. അതിൻ്റെ ഒരു പിണക്കത്തിലാണ് ചുണ്ടും. പിന്നെ കൊണ്ടുവന്ന സാധനങ്ങളൊന്നും അവൾക്ക് അത്ര പിടിക്കുന്ന സാധനങ്ങളൊന്നുമല്ല. പിന്നെ അടുത്ത ആൾ വന്നപ്പോൾ അതിൽ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ എടുത്ത് കഴിക്കുകയാണ് കേട്ടോ. മെയിനായിട്ട് ഇതുപോലുള്ള സാധനങ്ങളൊക്കെയാണ് വല്യമ്മ കൊണ്ടുവരാറുള്ളത്. മാങ്ങ, ചക്ക, ഇങ്ങനെ നൊങ്ക്, അതുപോലെ ആത്തച്ചക്ക, ഇങ്ങനെയുള്ള വെറൈറ്റി സാധനങ്ങളൊക്കെയാണ് കൊണ്ടുവരാറുള്ളത്. എനിക്ക് ഈ ബേക്കറി ഐറ്റംസിനേക്കാളും കൂടുതൽ ഇഷ്ടം ഇമാതിരി സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവർ ചേച്ചി അനിയത്തിമാരൊക്കെ പുറത്തോട്ട് പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കി. പിന്നെ ഞങ്ങളിവിടെ പിള്ളേർ സെറ്റ് മാത്രമാണ് കേട്ടോ. സോറി, എന്നെ അതിൽ ഉൾപ്പെടുത്തണ്ട. ബാക്കി പിള്ളേരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ. എല്ലാവരും ഫോണിലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഭയങ്കര സമാധാനം, സൈലൻ്റായിട്ടിരിക്കുന്നു. അപ്പം ഞാൻ നേരെ അച്ഛമ്മേൻ്റെ അടുത്ത് പോയി. ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നൊന്നും അറിയണമല്ലോ. അതിനുവേണ്ടി പോയപ്പോൾ ഇന്ന് സാമ്പാറാണ് അത്ര വെക്കണത്. സാമ്പാറിൽ കയ്പ്പയ്ക്കായ ഇടണോ കയ്പ്പയ്ക്കായ ഇടാതിരിക്കണോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് അച്ഛമ്മ. അപ്പോഴേക്കും ഇവിടെ ചിക്കൻ കറി അച്ഛൻ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് അച്ഛൻ്റെ വകയാണ് ഉച്ചത്തെ ചിക്കൻ കറിയും അതുപോലെ നോൺ വെജ് ഐറ്റംസൊക്കെ. ഇന്ന് ഞായറാഴ്ചയാണ് കേട്ടോ, ഞാൻ പറയാൻ മറന്നുപോയി. അതുപോലെ നമ്മുടെ ഡെയിലി ലോഗിങ് സീരീസിലെ 28ാമത്തെ ദിവസമാണ് കേട്ടോ ഒന്ന്. പിന്നെ ഉച്ചയ്ക്ക് 1 മണിയൊക്കെ ആയപ്പോൾ 3 പേരും തിരിച്ചു വന്നു. ഞങ്ങളെല്ലാവരും കുട്ടികളും വലിയവരും എല്ലാവരും കൂടി ഇരുന്നിട്ട് ഉച്ചത്തെ ഭക്ഷണം കഴിച്ചു. ഇന്നത്തെ സ്പെഷ്യലി ചോറ്, അതുപോലെ കടലുപ്പേരി, സാമ്പാർ, ചിക്കൻ കറി, പപ്പടം, അച്ചാർ, ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ. അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു. ഇനി എന്തായാലും തിങ്കളാഴ്ച മുതൽ ഇവിടെ എല്ലാവർക്കും സ്കൂൾ തുടങ്ങുകയാണ്, വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോഴാണ് 3 പേർക്കും ഒരാഗ്രഹം. 3 പേർക്കും ഒരുമിച്ച് ഒരേപോലെയുള്ള 3 സാരി എടുക്കണം എന്നൊരാഗ്രഹം. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി, എന്തായാലും ഞാൻ പുറത്ത് പോയിട്ട് വാങ്ങിയിട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ഞാനാണ് കേട്ടോ കുറേ വർഷങ്ങളായിട്ട് ഇവരുടെ സാരി എടുക്കുന്ന ആളും. ഞാനൊരു മിടുക്കി തന്നെ ആ കാര്യത്തിൽ. അപ്പം ഞാനും എൻ്റെ കസിനും കൂടി പോയിട്ടാണ് കേട്ടോ അവർക്ക് സാരി എടുക്കുന്നത്. എന്തായാലും കല്യാണിൽ പോയി നോക്കാമെന്ന് വിചാരിച്ചു. കല്യാണം മാത്രമായിരിക്കും ഇന്ന് സൺഡേ തുറന്നിട്ടുണ്ടാവുള്ളൂ. അങ്ങനെ ഞങ്ങൾ കല്യാണിലേക്ക് പോവാണ് കേട്ടോ. കല്യാണിൽ കയറിയിട്ട് ഞങ്ങൾ നേരെ പോയത് സാരി സെക്ഷനിലേക്കാണ്. ഇവർ കൂടുതലും യൂസ് ചെയ്യാറുള്ളത് നോർമൽ നമ്മൾ ഡെയിലി വെയർ ആയിട്ടുള്ള കോട്ടൺ സാരീസാണ്, ഓയിൽ സാരീസ് എന്ന് പറയും. അതാണ് യൂസ് ചെയ്യാറുള്ളത്. അത് ഇപ്പോഴും എടുത്തെടുത്ത് എനിക്കിപ്പോൾ എന്ത് കണ്ടാലും ഒരേപോലെയാണ് കേട്ടോ തോന്നാറുള്ളത്. ഏത് കളർ കണ്ടാലും അവരുടെ കയ്യിലുണ്ടെന്ന് തോന്നും. അങ്ങനെ കുറേ സാരീസൊക്കെ എടുത്ത് വലിച്ചിടിപ്പിച്ച് നോക്കി. അതിൽ എനിക്കിഷ്ടപ്പെട്ട 3-4 എടുത്ത് കൈപിടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ബ്ലൗസ് പീസ് എടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പ്രിൻ്റഡ് ടൈപ്പ് ബ്ലൗസ് പീസ് പല പല സാരീസിക്ക് നമുക്കിങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതെടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ. അപ്പോൾ അങ്ങനെ 1-2 എടുത്തു. കൂട്ടത്തിൽ എനിക്ക് 1-2 ബ്ലൗസ് പീസ് എടുക്കാനുണ്ടായിരുന്നു, അതും വാങ്ങി. പിന്നെ അങ്ങനെ കുറച്ച് അല്ലറ ചില്ലറ പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കല്യാണം പുറത്തോട്ട് ഇറങ്ങിയിട്ടോ. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഭയങ്കര ദാഹിച്ചിട്ട് നിൽക്കാൻ പാടില്ല. അപ്പോൾ പുറത്തിറങ്ങി ഒരു സർവത്തൊക്കെ കുടിച്ചായിരുന്നു. പിന്നെ വീട്ടിൽ തിരിച്ചു വന്നപ്പോൾ ഇവരെല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് പോയി. പിന്നെ എന്താ അത്രയ്ക്കുള്ള കേട്ടോ ഇന്നത്തെ വിശേഷങ്ങളും. ഇനി എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.